മുതൽ വൻകിട ചെറുകിട വ്യവസായങ്ങളുള്ള ഒരു മെട്രോപൊളിറ്റൻ നഗരം. കൊച്ചിയിലെ വികസനങ്ങൾക്ക് പറയാൻ കഥകൾ ഏറെയുണ്ട്. ഈ നഗരത്തിലെല്ലാമുണ്ട്. ഒപ്പം കുഴികളുള്ള നിരവധി റോഡുകളും. ഒറ്റമഴയിൽ തകർന്നു പോകുന്ന റോഡുകളാണ് കൊച്ചിയിൽ ഭൂരിഭാഗവും. നടുപൊടിക്കുന്ന റോഡുകളിലൂടെയുള്ള സാഹസിക യാത്ര കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ശീലമാണ്. കടവന്ത്രയിലെ ജവഹർ നഗർ റോഡാണിത്. ഇവിടെ അപകടങ്ങൾ നിരവധിയാണ്. ആദ്യം മരത്തിന്റെ ചില്ലകൾ വെട്ടി നാട്ടുകാർ ഒരു മുന്നറിയിപ്പ് സ്ഥാപിച്ചു. പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു ബാനർ തന്നെ അവരങ്ങ് സ്ഥാപിച്ചു. ഇത് മാത്രമല്ല, ആ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ മറ്റേ പാലത്തിന്റെ സൈഡ്, ആ സൈഡിൽ കൂടെ ഭയങ്കര കുഴിയാണ്. 3 ടയർ മാറി 2500 ടയറിന്. നമ്മൾ ഇത് ഡെയിലി പോയിക്കൊണ്ടിരിക്കണല്ലേ, യാത്ര ചെയ്യണല്ലേ. ഈ വണ്ടിന്റെ പാർട്സ് ഇളകും, അതിന് കാശ് ഓട്ടോക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റണ്ടാവും. റോഡിലെ കുഴികൾ നേരെയാക്കണമെന്ന് ഹൈക്കോടതി പലകുറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി ജംഗ്ഷനിലുള്ള റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. മഴക്കാലത്ത് നിരത്തുകളിൽ അപകടങ്ങളും നിരവധിയാണ്. വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കുഴികൾ ദൃശ്യമാകാത്തതാണ് പ്രധാന കാരണം. അപകടങ്ങൾക്കിരകളാകുന്നത് ബൈക്ക് യാത്രികരും. മഴയാകുമ്പോൾ അപകടങ്ങൾ വളരെയധികം കൂടുതലാകുന്നു. കാര്യം വെള്ളം വരുമ്പോൾ അറിയുന്നില്ല. ബ്യൂറോക്രസിയും അതുപോലെ തന്നെ ഡെമോക്രസിയും രണ്ടുപേരുടെ അനാസ്ഥയാണ് ഇതിൻ്റെ അകത്ത് കാരണം. ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതേ ഉള്ളൂ ഇവിടെ. ഇൻഷുറൻസുകാർക്ക് വലിയ ലാഭമാണ്. നല്ലൊരു ഇൻകമാണ് ഇൻഷുറൻസിന് കിട്ടുന്നത്. അടുത്ത കാലത്ത് കൊച്ചിയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പിന്നിലും കുഴി ഒരു കാരണമാണ്. നടുവൊടിക്കുന്ന കുഴികൾക്ക് പുറമെ ഗതാഗത കുരുക്കുകളും ജനങ്ങളെ വലയ്ക്കുന്നു. അപകടങ്ങൾ കഴിഞ്ഞ മഴ ഉണ്ടായില്ല, ഫുൾ മഴ ഉണ്ടായപ്പോൾ നല്ല ആൾക്കാർ സ്കൂട്ടർ 2 പെണ്ണുങ്ങളൊക്കെ അവിടെ മറിഞ്ഞ് വീണതാണ്. വന്നത് കാണാൻ പറ്റിയല്ല. വണ്ടി ബാക്കിൽ നിന്ന് വന്ന് കയറി പോകാൻ ഭാഗ്യവരുടെ. പലകുറി പരാതി പറഞ്ഞു. മഴക്കാലം കഴിയുമ്പോൾ കുഴികൾ നേരെയാക്കാമെന്നതാണ് അധികൃതരുടെ ഉത്തരം. മഴ പോയി, വെയിൽ വന്നു. പക്ഷേ കുഴികൾ ഇപ്പോഴും പഴയപടി. റോഡുകളിലെ ദുരവസ്ഥ ഹൈക്കോടതിയുടെ കണ്ണിൽപ്പെട്ടിട്ടും അധികാരികളുടെ കണ്ണിൽപ്പെടാത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ന്യൂയോർക്കിൽ പോലും ഇല്ലാത്ത ആ റോഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കൊച്ചിയിലെ കുഴികളിൽ നിന്നുള്ള അപകടങ്ങൾ ഇനിയും തുടരും. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹ മോൽ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.